വി.എസിന് ഇത് പറയാതിരിക്കാനാകില്ല. പാർട്ടിയിൽ സ്വാധീനമുണ്ടായിരുന്ന കാലത്തത്രയും ഇവർക്കെതിരെയായിരുന്നല്ലോ വി.എസിൻ്റെ അതിശക്തമായ പോരാട്ടങ്ങൾ. വർഗീയതയ്ക്കും അഴിമതിക്കും എതിരെ. ആ വർഗീയതയുടെയും അഴിമതിയുടെയും അടയാളങ്ങൾ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന രണ്ടു കക്ഷികളെ ഇടതുമുന്നണിയിലേക്ക് ഇരു കൈയും നീട്ടി മാറിയ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ സ്വീകരിക്കുമ്പോൾ വി.എസ് മിണ്ടാതിരുന്നാൽ എങ്ങനെ അത് വി.എസ് ആയി മാറും? വി.എസ് തന്നെ അഴിമതിക്കെതിരായ അതിശക്തമായ പോരാട്ടം നടത്തി ജയിലറകളിലേക്ക് പറഞ്ഞുവിട്ട ആർ ബാലകൃഷ്ണപിള്ള ഒടുവിൽ അഭയം തേടി ഇടതുമുന്നണിക്ക് മുന്നിൽ വന്നു നിന്നപ്പോഴും വി.എസ് അതിനെ നഖശിതാന്തം എതിർത്തിരുന്നു. അഭയം തേടി വരുന്നവന് അഭയം കൊടുക്കണം എന്നുള്ള ഒരു പോളിസിയൊക്കെ ഉണ്ടെങ്കിലും ഇക്കാര്യത്തിൽ അത് വേണ്ട എന്ന് വി.എസ് അന്നും ഇന്നും ശാഠ്യം പിടിച്ചിരുന്നു. ഇപ്പോൾ വി.എസിൻ്റെ വാക്കുകൾക്ക് ഒരുപക്ഷെ പാർട്ടിയിൽ വിലയുണ്ടാകില്ലായിരിക്കാം. എങ്കിലും വി.എസ് അത് പറയുക തന്നെ വേണം. വി.എസിൻ്റെ വാക്കുകൾ മാത്രമല്ല ഇവിടെ ശ്രദ്ധേയമാകുന്നത്. CPM-ൻ്റെയും CPI-യുടെയും കേന്ദ്ര നേതൃത്വം ബാലകൃഷ്ണപിള്ളയെയും INL-നെയും മുന്നണിയിലെടുക്കുന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണ അവർക്ക് ലഭിച്ചിരുന്നില്ല എന്ന് വ്യക്തമാക്കിയതായി ചില ദിനപത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് എങ്കിൽ അത് ഒരു പൊതു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വന്നതല്ല എന്ന് വ്യക്തം. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യങ്ങളിൽ ഈ രണ്ടുപേരും കൂടെ കൂടേണ്ടത് അനിവാര്യമാണ് എന്ന് കേരളത്തിലെ CPM നേതൃത്വവും CPI നേതൃത്വവും ഒക്കെ ചേർന്ന് വിലയിരുത്തിയതാകാം. അങ്ങനെ അഴിമതിക്കെതിരെ ഒരു വശത്ത് സന്ധിയില്ലാ സമരം നടത്തുകയും വർഗീയതയ്ക്കെതിരെ നിരന്തരമായി പ്രസ്താവനകൾ നടത്തുകയും ചെയ്യുമ്പോഴും അവർ കൂടെ നിന്ന് സഹകരിക്കുന്നു എന്ന് ന്യായം പറയാമായിരുന്നു. ആ ന്യായമാണ് ഇപ്പോൾ ഇല്ലാതാകുന്നത് എന്ന് വി.എസിൻ്റെ വാക്കുകൾ വ്യക്തമാക്കുകയാണ്. സവർണ മേധാവിത്വം അരക്കെട്ടുറപ്പിക്കുന്നവർ ഇടതുമുന്നണിയിൽ പ്രവേശനം കിട്ടിയ ദിവസം തന്നെ സർക്കാരിന് അനുകൂലമായും സർക്കാരിൻ്റെ നിലപാടിന് വിരുദ്ധമായും പ്രസ്താവന നടത്തിയ ബാലകൃഷ്ണപിള്ള ഒരേ സമയം ഞാൻ ഇതും ഞാൻ അതും ആണ് എന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ച ബാലകൃഷ്ണപിള്ള, ആ ബാലകൃഷ്ണപിള്ളയെ തുറന്നു കാട്ടാൻ സാക്ഷാൽ വി.എസ് തന്നെ വേണ്ടി വന്നു എന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞതാണ് യാഥാർത്ഥ്യം. വി.എസിൻ്റെ ശബ്ദത്തിന് പക്ഷേ പാർട്ടിയിൽ ഇപ്പോൾ അധികം കൈയടിക്കാൻ ആളില്ലാത്ത അവസ്ഥയുണ്ട്. എങ്കിലും ഇത് കേൾക്കുന്ന സാധാരണക്കാരന് അത് ബോധ്യമാകും എന്തിനു വേണ്ടിയായിരുന്നു വി.എസ് നിലകൊണ്ടത് എന്നുള്ളത്. അതേ വി.എസിൻ്റെ പാർട്ടി അവരെയൊക്കെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുമ്പോൾ രാഷ്ട്രീയ ലാഭത്തിനപ്പുറം ചില നിലപാടുകളുണ്ട് എന്നുള്ളതിൻ്റെ ഒരു വലിയ ഘോഷണം കൂടിയാകുന്നു വി.എസിൻ്റെ വാക്കുകൾ.